എൻ സ്വർഗനാഥനേ ആരാധന. ദേവാധിദേവനേ പരമമഹോന്നത എൻ സ്വർഗനാഥനേ ആരാധന. നീതിയിൻ സൂര്യനേ സ്വർലോകനായക പാപവിമോചക ആരാധന. ദേവാദിദേവനേ പരമമഹോന്നത എൻ സ്വർഗനാഥനേ ആരാധന. പരിശുദ്ധ ദൈവം മഹോന്നതൻ സ്വർഗാധിസ്വർഗത്തിൽ വാഴുന്നവൻ. പരിശുദ്ധ ദൈവം മഹോന്നതൻ സ്വർഗാധിസ്വർഗത്തിൽ വാഴുന്നവൻ. വാനവും ഭൂമിയും വാഴ്ത്തിപ്പുകഴ്ത്തുന്നു സ്വർലോകനാഥന നിത്യം ആരാധന. ദേവാദിദേവനേ പരമമഹോന്നത എൻ സ്വർഗനാഥനേ ആരാധന. നീതിയിൻ സൂര്യനേ സ്വർലോകനായക പാപവിമോചക ആരാധന. കരുണ
നിറഞ്ഞവൻ കാരുണ്യവാൻ മനസ്സലിവുള്ളയൻ ആത്മനാഥൻ ആയിരമായിരം സ്തുതികൾക്കു യോഗ്യനായ പരമപിതാവിനു എന്നും ആരാധന. ദേവാധിദേവനേ പരമമഹോന്നത എൻ സ്വർഗനാഥനേ ആരാധന. നീതിയിൻ സൂര്യനേ സ്വർലോകനായക പാപവിമോചക ആരാധന. ദേവാധിദേവനേ പരമമഹോന്നത എൻ സ്വർഗനാഥനേ ആരാധന ആരാധന ആരാധന. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കേവർക്കും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശബദ് ആശംസകൾ. സങ്കീർത്തനം 150 1 വാക്യം ഇപ്രകാരം പറയുന്നു: യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. ഈ കേട്ട തിരുവചനത്താൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ ശബദ് സ്കൂൾ ആരാധനയ്ക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശബദ് സ്കൂൾ ആരാധനയുടെ ആരംഭമായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് പാട്ടുപുസ്തകത്തിലെ 695 പാട്ട് പാടാം. 695 നല്ല പോരാട്ടം പോരാടി. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം, വല്ലവന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദ പ്രാപിക്കുന്നതേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദ പ്രാപിക്കുന്നതേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടിപ്പോകുവാൻ ബലം ധരിച്ചിടാം. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടിപ്പോകുവാൻ ബലം ധരിച്ചിടാം.
ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാനേകർ മുൻവന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോ. ഓട്ടമോടുവാനേകർ മുൻവന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരും നാൾ സമീപമായി കാഹളം കേട്ടിടാൻ സമയമായി വേഗമോടിടാം. ഓട്ടം തീരും നാൾ സമീപമായി കാഹളം കേട്ടിടാൻ സമയമായി വേഗമോടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്വാർട്ടറിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആഗോള മിഷൻ വാർത്തകൾ യൂറോ ഏഷ്യൻ ഡിവിഷനിൽ നിന്നുള്ള മിഷൻ വാർത്തകളാണ്. നമ്മുടെ ഈ ആഴ്ചത്തെ ആഗോള മിഷൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് ഇവാൻ ഷെർണോവിൻ്റെ മഹത്തായ ദിനം. ഇവാൻ ഷെർണോവിൻ്റെ മഹത്തായ ദിനം. ഇത് നമ്മെ എഴുതി അറിയിക്കുന്നത് ഇവാൻ എന്ന വ്യക്തിയാണ്. റഷ്യയിൽ നിന്നാണ് എഴുതി അറിയിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവ സാക്ഷ്യമാണ് നമുക്കിത് മിഷൻ റിപ്പോർട്ടായി കേൾക്കുവാനുള്ളത്. ഇവാൻ്റെ ജീവിതമെന്ന് പറയുന്നത് തൻ്റെ 22 വയസ്സ് കാലം വരെ തൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിപൂർണതയുള്ളതായി താൻ മനസ്സിലാക്കിയിരുന്നു. തനിക്ക് വളരെ സന്തോഷമായിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അനേക കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. അനേക പ്രതികൂലങ്ങൾ ഈ ഒറ്റ ദിവസമാണ് നടക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. റഷ്യയിലെ കസാൻ എന്ന പട്ടണത്തിൽ അതിൻ്റെ വെളിയിൽ സ്വദേശത്താണ് തൻ്റെ അമ്മ താമസിക്കുന്നത്. ഒരു ദിവസം തൻ്റെ അമ്മയെ സന്ദർശിക്കാൻ ഇവാൻ പോകുന്ന സമയത്താണ് ഒരു കാര്യവുമില്ലാതെ തൻ്റെ മാതാവുമായി എന്തോ ഒരു വാക്കുതർക്കമുണ്ടാകുന്നു. അങ്ങനെ അമ്മയുമായി വഴക്കിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ കസാനിൽ താൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് താൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ് ഒഴിഞ്ഞു മാറണം, അവിടുന്ന് താമസം മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉടമസ്ഥൻ പറയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അന്ന് ഉച്ചയ്ക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു പരീക്ഷയ്ക്ക് അവൻ തോൽക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതേ ദിവസം തൻ്റെ അമ്മയെ കാണാൻ അവൻ തിരിച്ചു പോകുന്ന വേളയിൽ പെട്ടെന്ന് പോലീസുകാർ അവൻ്റെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് പറയുന്നു, നീ വണ്ടി നിർത്തണം, നീ അമിത വേഗത്തിലാണ് വണ്ടിയിൽ പോയിരുന്നത്, അതിൻ്റെ പിഴ നീ അടച്ചിരുന്നില്ല, എന്തുകൊണ്ടാണ് നീ പിഴ അടയ്ക്കാൻ പോയെന്ന് അവനോട് ചോദിക്കുന്നു. അവൻ വളരെ ആശ്ചര്യപ്പെട്ടു നിന്നു. കാര്യം അവനിതൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ പോലീസുകാർ അവനോട് പറയുന്നു, നീ ഇനിയും പിഴ അടയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, ഇനിയിപ്പോൾ നീ കോടതിയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇവാൻ്റെ ലൈസൻസ് തട്ടി വാങ്ങുന്നു. എന്നിട്ട് ഇവാനോട് പറയുന്നു, ഞങ്ങളിപ്പോൾ കോടതിയിലേക്ക് പോവാണ്, നീ പിന്നാലെ നിൻ്റെ കാറുമായി ഞങ്ങളോടൊപ്പം വരണം എന്ന് പറയുന്നു. ഇനി നീ കോടതിയിൽ വന്ന് സംസാരിച്ചാൽ മതി. ഇതായിരുന്നു പോലീസുകാരൻ പറഞ്ഞ മറുപടി. അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം
ഇവാൻ പോലീസുകാർക്കൊപ്പം കോടതിയിലേക്ക് പോകുന്നു. കോടതിയിൽ ചെന്ന ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാര്യങ്ങളെല്ലാം ഈ ജഡ്ജിയോട് അല്ലെങ്കിൽ ഈ ന്യായാധിപനോട് പറയുന്നു. അദ്ദേഹം ഈ പ്രശ്നങ്ങളെപ്പറ്റി കേട്ടതിന് ശേഷം പറയുന്നു, ഇനിയിപ്പോൾ നീ സാധാരണ പിഴ അടയ്ക്കേണ്ട, നീ ഇരട്ടി സംഖ്യയായി നീ പിഴ അടയ്ക്കണം. ഒന്നെങ്കിൽ നീ ഇരട്ടി സംഖ്യയായി പിഴ അടയ്ക്കണം, അല്ലെങ്കിൽ നീ 15 ദിവസക്കാലം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. ഇത് കേട്ടപ്പോൾ ഇവാന് വളരെ പ്രയാസമായി. എന്തു വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം എന്ന് ജഡ്ജി പറയുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജഡ്ജി അല്ലെങ്കിൽ ന്യായാധിപൻ സംസാരിച്ച സമയത്ത് പെട്ടെന്ന് ഇവാൻ്റെ മനസ്സിലേക്ക് കയറി വന്നൊരു ചിന്തയെന്ന് പറയുന്നത് ലോക അവസാനവും ന്യായവിധി ദിനവും അവൻ്റെ സ്മരണയിലേക്കെത്തി. ഇപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ന്യായവിധി ദിനത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വശത്തല്ലാതിരിക്കും എന്ന് അവൻ്റെ മനസ്സിൽ തോന്നി. ഇതാണ് പെട്ടെന്ന് ഇവാൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഇവാൻ അറിയത്തില്ല. പെട്ടെന്ന് തൻ്റെ മനസ്സിലേക്ക് ഇപ്രകാരം കടന്നു വന്നു. ഇവാൻ ഒരിക്കലും ഒരു ക്രിസ്തീയ കുടുംബത്തിലല്ല ജനിച്ചതും വളർന്നതും. എന്നാൽ അവൻ്റെ ചെറുപ്പകാലത്ത് അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവൻ്റെ അമ്മ ചെറുപ്പകാലത്ത് ഒരു അഡ്വൻറ്റിസ്റ്റ് കൂട്ടായ്മയിൽ പോയിരുന്നു. അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ അമ്മയോടൊപ്പം അവിടെ ആരാധനാലയത്തിൽ പോവുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് താൻ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനായി ചേർന്ന സമയത്ത് അവൻ ദൈവത്തെ പൂർണ്ണമായി മറന്നു. അങ്ങനെ ഇരിക്കെ അവൻ ഇരട്ടി സംഖ്യ എന്ന് പറയുന്നത് അവന് പിഴയായിട്ട് അടയ്ക്കേണ്ട പൈസ അവൻ ഇരട്ടി സംഖ്യയായിട്ട് കോടതിയിൽ അടയ്ക്കുന്നു. അതോടൊപ്പം അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങിയിട്ട് അവൻ കോടതിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ദിവസം അവൻ പ്രയാസത്തോടു കൂടിയാണ് പോയത്. അവൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് അവൻ പോയത്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ അവന് വല്ലാത്ത അസ്വസ്ഥതയും പനിയും അനുഭവപ്പെടുന്നു. അങ്ങനെ നല്ല പനി പിടിച്ച് ഇവാൻ കിടപ്പാകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവാൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത കടന്നു വരുന്നു. തൻ്റെ വീട്ടിലൊരു ബൈബിൾ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം വിചാരിച്ചു, ആ ബൈബിൾ എടുത്ത് ഞാനൊന്ന് വായിക്കാം. അങ്ങനെ ഇവാൻ ആ ബൈബിൾ എടുത്ത് പതുക്കെ ബൈബിൾ തുറന്നപ്പോൾ അവൻ്റെ മുന്നിലേക്ക് കിട്ടിയ അധ്യായം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6:33 അതിൽ ഇപ്രകാരം പറയുന്നു, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതായിരുന്നു തൻ്റെ മുന്നിൽ തനിക്ക് ലഭിച്ച വചനമെന്ന് പറയുന്നത്. യേശുവിൻ്റെ വചനങ്ങൾ അവൻ്റെ ഹൃദയത്തെ വല്ലാതെ ആ നിമിഷം സ്പർശിച്ചു. അതിനു മുമ്പ് അവൻ ഒരിക്കലും ഇങ്ങനൊരു വചനം ഒരിക്കൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ പഠനത്തെയും അവൻ്റെ കുടുംബത്തെയും ഇതുവരെ താൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് ഇവാൻ ആ സമയം ചിന്തിക്കുന്നു. പെട്ടെന്നാണ് ഇവാൻ്റെ മനസ്സിലേക്ക് ഇപ്രകാരമുള്ള ചിന്തകളൊക്കെ കടന്നു വന്നത്. അവന് നല്ല പനിയുണ്ടെങ്കിൽ തന്നെ അവൻ്റെ മനസ്സിലൊരു ചിന്താഗതി തോന്നി. അല്പം മാറി ആരുമില്ലാത്തൊരു സ്ഥലത്ത് വിജനമായി കുറച്ച് സമയം പോയിരിക്കണം, ഏകാന്തമായി ഇരിക്കണമെന്ന് തനിക്ക് തോന്നി. അപ്പോൾ ഇവാൻ തൻ്റെ കാർ എടുക്കുന്നു. താൻ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ട് തൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഒരു നദിയുണ്ട്. ആ നദിയുടെ തീരത്തേക്ക് വണ്ടി ഓടിച്ച് ചെല്ലുന്നു. കാർ പാർക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷം അദ്ദേഹം നദിയുടെ തീരത്ത് വന്ന് കുറച്ച് സമയം വളരെ വിജനമായി ഇരിക്കുന്നു. അപ്പോൾ അവനൊരു തോന്നി, ഞാൻ എന്തായാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തനിക്കിതുവരെ ഉണ്ടായ മുറവിളികളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ മനസ്സിൻ്റെ പശ്ചാത്താപം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ അരികിലേക്ക് മടങ്ങി വരണമേ. ഇപ്രകാരമാണ് ഇവാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവാൻ തൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഇനി മുതൽ എല്ലാത്തിനും എൻ്റെ ജീവിതത്തിൽ മുൻപന്തിയിൽ ഞാൻ സ്ഥാനം കൊടുക്കാൻ പോകുന്നത് എൻ്റെ ദൈവത്തിനായിരിക്കും. ആ തീരുമാനം ആ നദിയുടെ തീരത്ത് വെച്ച് ഇവാൻ എടുക്കുന്നു. അവൻ പിന്നീട് ധാരാളമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ ബൈബിൾ വായിച്ചു. അതോടൊപ്പം തന്നെ സിസ്റ്റർ വൈറ്റിൻ്റെ പുസ്തകങ്ങളും അധികമായി ഇവാൻ വായിക്കുവാൻ തുടങ്ങി. അവൻ പിന്നീട് സ്നാനപ്പെടുകയും തൻ്റെ സഭയിലെ യൂത്ത് ലീഡറായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. ദൈവസന്നിധിയിൽ ദൈവത്തെ തൻ്റെ രക്ഷിതാവായി സ്വീകരിക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഇവാൻ കസാനിൽ വളരെ വിജയകരമായൊരു ജിം നടത്തിക്കൊണ്ട് പോരുന്നു. ആ ജിമ്മെന്ന് പറയുന്നത് വളരെ ശ്രദ്ധ നേടിയിട്ടുള്ളൊരു ജിമ്മാണ്. അപ്രകാരം അവിടുത്തെ നഗരപ്രമാണികളും അവിടുത്തെ വലിയ വലിയ ആളുകളുമൊക്കെ ഈ നഗരത്തിലേക്ക് പലപ്പോഴും അവധി ദിവസങ്ങളിൽ ഇവാനെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. ഇപ്രകാരം നല്ല രീതിയിൽ അവൻ ജിം കൊണ്ടുവരുന്നു. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അതോടൊപ്പം തന്നെ അവൻ്റെ ഈ ജിം ഒരുപാട് മാധ്യമങ്ങളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതെല്ലാം ഇവാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ താനൊരു തീരുമാനമെടുത്തുകൊണ്ട് വളരെ സൗജന്യമായി 20 കുട്ടികളെ ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ആ ക്ലാസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ അനേക ചോദ്യങ്ങൾ ഇവാനോട് ചോദിക്കുവാനിടയായി. അതിൽ നിന്ന് കുട്ടികൾക്ക് മനസ്സിലായി ഇവാൻ ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നുവെന്നും ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നെന്നും കുട്ടികൾക്ക് മനസ്സിലായി. അതിൻ്റെ ഭാഗമായി ഒരു 16 വയസ്സുള്ള പെൺകുട്ടി സഭയിലേക്ക് കടന്നു വരികയും ദൈവസന്നിധിയിൽ ദൈവത്തെ കൂടുതലായി തൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ഇടയായി. യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിങ്ങിൻ്റെ ബിരുദം കരസ്ഥമാക്കിയതിന് ശേഷം ഇവാൻ മനസ്സിലാക്കുന്നു, ദൈവം എന്നെ ദൈവത്തിൻ്റെ ദാസനായി സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ നല്ല ദാസനായി ഞാൻ എന്നും ജീവിക്കണം. അതിൻ്റെ ഭാഗമായി ഞാനൊരു പാസ്റ്റർ ആകണം. അപ്രകാരം ഒരു തീരുമാനം താൻ തൻ്റെ ജീവിതത്തിലെടുത്തു.
ഇപ്പോൾ അവൻ സർവോസ്കി അഡ്വൻറ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കുന്നു. ഇപ്പോൾ ഇവാൻ 3-ാം വർഷ വിദ്യാർത്ഥിയാണ് അവിടുത്തെ. എല്ലാ വേനൽ കാലങ്ങളിലും കസാനിൽ വന്ന് കുട്ടികൾക്കായി ശാരീരിക ക്ഷമതയ്ക്കുള്ള ക്ലാസുകൾ താൻ നടത്തിപ്പോകുന്നു. നല്ല പൗരന്മാരാക്കുന്നതിനും സമൂഹ സേവനങ്ങളിൽ താല്പര്യമുണ്ടാക്കുന്നതിനുമുള്ള ട്രെയിനിങ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇവാൻ. അതിൻ്റെ ഭാഗമായി നഗരങ്ങളിൽ ചിതറിക്കിടക്കുന്ന ചപ്പ് ചവറുകൾ പെറുക്കി വൃത്തിയാക്കുവാൻ കുട്ടികളെ സേവനത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ 5 വർഷക്കാലം മുമ്പ് നടന്ന സംഭവങ്ങളൊന്നും തന്നെ താനിപ്പോൾ ഓർക്കുന്നില്ല. കാര്യം അന്ന് നടന്ന സംഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി തന്നെ സഹായിച്ചിരിക്കുന്നത്. അതൊട്ടും തന്നെ തന്നെ ഭയപ്പെടുത്തുന്നില്ല. താൻ വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നല്ല മകനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഈ ക്വാർട്ടറിലെ 13-ാം വാര കാണിക്കയുടെ ഒരു ഭാഗം സാവോസ്കി സ്കൂളിന് മനോഹരമായൊരു സ്കൂൾ കെട്ടിടം പണിയുന്നതിനായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റിയുടെ മുറികളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിന് സ്വന്തമായി കെട്ടിടമുണ്ടാക്കാൻ നിങ്ങളുടെ വിലയേറിയ കാണിക്കകളും സംഭാവനകളും സഹായിക്കും. സ്നേഹത്തോടെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത്രയുമാണ് ഇവാൻ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മിഷൻ റിപ്പോർട്ടിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷത്താലുള്ളം തുള്ളും സ്വർഗീയ ദൂതഗണങ്ങൾ എന്നെയും കാത്തങ്ങു നിൽപ്പൂ. സ്വർഗീയ ദൂതഗണങ്ങൾ എന്നെയും കാത്തങ്ങു നിൽപ്പൂ. നിത്യതയിൽ ഞാൻ കാണും, നിത്യമായി ഞാനങ്ങു വാഴും. കാന്തനുമായി ഞാൻ ചേരും, കണ്ണീരില്ലാ
യേശുവിൻ കയ്യിൽ തരും ശോഭയേറും കിരീടങ്ങൾ. ഈ ലോകം ത്യജിച്ചവർക്കായി തരും ശോഭയേറും കിരീടങ്ങൾ. ഈ ലോകം ത്യജിച്ചവർക്കായി നിത്യതയിൽ ഞാൻ കാണും. നിത്യമായി ഞാനങ്ങു വാഴും. കാന്തനുമായി ഞാൻ ചേരും കണ്ണീരില്ലാത്തൊരു നാട്ടിൽ, കണ്ണീരില്ലാത്തൊരു നാട്ടിൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഫീച്ചർ ടോക്കുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കാൻ ദൈവം സഹായിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ലോകചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും സമാനതകളില്ലാത്തൊരു സംഭവമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡോക്യുമെൻ്ററികൾക്കും ഏറ്റവും കൂടുതൽ അനുഭവ സാക്ഷ്യങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കുമൊക്കെ പ്രചോദനമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. 2016 ഈ രണ്ടാം ലോക മഹായുദ്ധത്തെ റെഫറൻസ് ആക്കിക്കൊണ്ട് ഒരു സിനിമ റിലീസ് ചെയ്തു. ഹാക്സോ റിഡ്ജ് എന്നാണ് ആ സിനിമയുടെ പേര്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന മെൽ ഗിബ്സൺ എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ളൊരു സംവിധായകനാണ്. മെൽ ഗിബ്സനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംവിധായകനാണ്. അദ്ദേഹത്തെ അറിയില്ലെങ്കിലും അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റും പോലെയുള്ള ഒരുപാട് നല്ല സിനിമകൾ, അപ്പോക്കാലിപ്സ്, പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്, ഇങ്ങനെയുള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് മെൽ ഗിബ്സൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ആൻഡ്രൂ ഗാർഫീൽഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ ആക്ടർ അഭിനയിച്ച് ഒരു സിനിമയാണ് ഹാക്സോ റിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബയോഗ്രഫിക്കൽ വാർ ഫിലിമാണ്. അതായത് ഒരു പട്ടാളക്കാരൻ്റെ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ആ പട്ടാളക്കാരൻ്റെ പേര് ഡെസ്മണ്ട് തോമസ് ഡോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഡെസ്മണ്ട് തോമസ് ഡോസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, നമുക്ക് ചുരുക്കത്തിൽ ഡെസ്മണ്ട് ഡോസ് എന്ന് വിളിക്കാം. ഈ ഡെസ്മണ്ട് ഡോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹം US ആർമിയിലെ ഒരു കോമ്പാറ്റ് മെഡിക്കായിരുന്നു. അതായത് മിലിറ്ററിയിലെ ഒരു മെഡിക്കൽ സ്റ്റാഫായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇദ്ദേഹം ഒരു കോൺഷ്യൻഷ്യസ് ഒബ്ജക്റ്റർ ആയിരുന്നു. കോൺഷ്യൻഷ്യസ് ഒബ്ജക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ യുദ്ധതന്ത്രങ്ങളിൽ നിന്നും പിന്നോട്ട് നിൽക്കുന്ന പട്ടാളക്കാർക്ക് പറയുന്ന പേരാണ് കോൺഷ്യൻഷ്യസ് ഒബ്ജക്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഒരു കോമ്പാറ്റ് മെഡിക് ആയിരുന്നു എന്ന് പറഞ്ഞാലും ഇദ്ദേഹം വാർ ഫ്രണ്ടിൽ പോകുമ്പോൾ തോക്ക് കൈവശം വയ്ക്കാൻ മടിച്ചിരുന്നൊരു വ്യക്തിയാണ്. കാര്യം ഇദ്ദേഹത്തിന് ആയുധം കയ്യിൽ കൊണ്ടുപോകുന്നത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതിൻ്റെ കാരണം പല കാരണങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹം ആയുധം കയ്യിൽ വയ്ക്കാനോ മറ്റൊരാളെ അപകടപ്പെടുത്തുവാനോ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊരു സ്വഭാവ സവിശേഷത ഇദ്ദേഹത്തിനുണ്ടായിരുന്നതുകൊണ്ടും ഇദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നതുകൊണ്ടും പട്ടാള ക്യാമ്പിലും പരിശീലനം നടക്കുന്ന ഗ്രൗണ്ടുകളിലുമൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ഭീരുവാണ് എന്ന് പറയപ്പെട്ട് പലതവണ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, സേനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇവൻ കോർട്ട് മാർഷൽ വരെ ചെയ്തിട്ടുണ്ട്. കോർട്ട് മാർഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാള കോടതികളുടെ ശിക്ഷ വിധിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് വരെ ഇദ്ദേഹം വിധേയനായിട്ടുണ്ട്. പക്ഷേ കോടതി വിധിച്ച ശിക്ഷ ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നില്ല. കാര്യം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒബ്ജക്ഷൻ, അതായത് ആയുധം കൊണ്ടു നടക്കാനായിട്ട് ഇദ്ദേഹം വിമുഖത കാണിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തെറ്റായ നടപടിയല്ല എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു ശിക്ഷ നേരിടേണ്ടി വന്നിട്ടില്ല. തിരിച്ച് ഇദ്ദേഹം സേനയിൽ തന്നെ പ്രവേശിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാറ്റിൽ ഓഫ് ഒക്കിനാവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ജപ്പാൻ്റെ കീഴിലുള്ള ഒരു ദ്വീപാണ്, അവിടെ ഹാക്സോ റിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി. അതായത് ജപ്പാനീസ് സൈന്യവും US ആർമിയുടെ സൈന്യവും തമ്മിൽ വളരെ വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടലിൻ്റെ സമയത്ത് ആദ്യം മേൽക്കൈ ഉണ്ടായിരുന്നത് അമേരിക്കൻ സൈന്യത്തിനാണെങ്കിലും പിന്നീട് ജപ്പാനീസ് സൈന്യം ഇവരെ വളഞ്ഞു. വലിയ
ഒരു ആൾനാശം അമേരിക്കൻ സൈന്യത്തിന് നേരിടേണ്ടി വന്നു. അങ്ങനെ നേരിടേണ്ടി വന്ന സമയത്ത് ആ വാർ ഫ്രണ്ടിൽ ലൈൻ ഓഫ് ഡ്യൂട്ടിയിൽ കോമ്പാറ്റ് മെഡിക്കായിട്ട് മെഡിവാക് ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഡെസ്മണ്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ മരിച്ചു വീഴുന്ന അല്ലെങ്കിൽ ഈ പരിക്കേറ്റ് വീഴുന്ന പട്ടാളക്കാരുടെ കരച്ചിൽ ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പിലിരുന്ന് കേട്ടിട്ട് അത്രയും അപകടകരമായ സ്ഥലത്തേക്ക് ഇദ്ദേഹം പോവുകയും ഏകദേശം 75ഓളം സൈനികരെ ഇദ്ദേഹം ആ ഒരു വാർ ഫ്രണ്ടിൽ നിന്നും തൻ്റെ ചുമലിലേറ്റി രക്ഷിച്ച് ക്യാമ്പിലെത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ഒരു മെഡിക്കൽ ഓഫീസറായിരിക്കുന്ന ഈ ഡെസ്മണ്ടിൻ്റെ ഈ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാധാരണ ഒരു മെഡിക്കൽ ഓഫീസറല്ല, സാധാരണ മെഡിക്കൽ ഓഫീസർമാർക്കും ആയുധത്തിൻ്റെ ട്രെയിനിങ് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു ട്രെയിനിങ് പോലും അറ്റൻഡ് ചെയ്യാതെ ഈവൻ വിത്തൗട്ട് ഫയറിങ് എ സിംഗിൾ ഷോട്ട് എന്നാണ് പറയുന്നത്, ഹി സേവ്ഡ് ഓൾമോസ്റ്റ് 75 മിലിറ്ററി പീപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു വെടി പോലും വെക്കാതെ ആണ് ഇദ്ദേഹം അത്രയും ആൾക്കാരെ ആ ഒരു വാർ ഫ്രണ്ടിൽ നിന്നും രക്ഷിച്ച് ഈ ഒരു ക്യാമ്പിലെത്തിക്കുകയും അവർ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കഥകളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിനിമ ഏകദേശം 6 അക്കാഡമി അവാർഡ്സിന് വരെ നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. ഒരുപാട് അവാർഡുകൾ, മറ്റ് അവാർഡുകൾ ഈ സിനിമയ്ക്ക് കിട്ടി. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെസ്മണ്ടോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അമേരിക്കൻ മിലിറ്ററിയുടെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായ മെഡൽ ഓഫ് ഓണർ ഹാരി എസ് ട്രൂമാൻ പ്രസിഡൻറ്റിൽ നിന്നും ഇദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ലോകത്തെ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു പിന്നീട് ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏക കോൺഷ്യൻഷ്യസ് ഒബ്ജക്ടറാണ് ഇങ്ങനെ ഒരു മെഡൽ ഓഫ് ഓണർ ലഭിക്കാനായിട്ട്. അതായത് ഈവൻ വിതൗട്ട് ഫയറിങ് എ സിംഗിൾ ഷോട്ട്, ഒരു ആളെ പോലും കൊല്ലാതെ, ഒരു തവണ പോലും കാഞ്ചി വലിക്കാതെ മെഡൽ ഓഫ് ഓണർ ലഭിക്കുന്ന ലോകത്തെ ആദ്യത്തെ അല്ലെങ്കിൽ ഏക വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഡെസ്മണ്ടോസിനെ വിളിക്കാൻ സാധിക്കും. ഇത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഒരു സിനിമയിലെ കഥയായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിൽ സംഭവിച്ച കഥയായതുകൊണ്ടോ മാത്രമല്ല, ഈ പറയുന്ന വ്യക്തി ഒരു സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരനായിരുന്നത് കൊണ്ട് ആയുധം കയ്യിലെടുക്കുന്നതിനും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലും കൊല്ലുന്നതിലുമൊക്കെ ഇദ്ദേഹം ഒരു വിമുഖത ചെറുപ്പം മുതലേ കാണിച്ചിരുന്നു. ആ പഠനങ്ങൾ ഇയാളുടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസരം പുള്ളിക്ക് ഈ സേനയിൽ സേവിക്കാനൊരവസരം ലഭിച്ചപ്പോൾ അത് ഇദ്ദേഹം മനസ്സായി ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഇദ്ദേഹം ചെറുപ്പകാലം മുതലേ കേട്ട് ശീലിച്ച അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മനസ്സിലാക്കി വിശ്വസിച്ച ആ ഒരു അഡ്വൻറ്റിസ്റ്റ് തത്വങ്ങളും ആ ഒരു മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മറ്റുള്ള ഒരുപാട് പേരുടെ മുൻപിൽ നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കുറേയധികം ഇൻസ്റ്റൻസുകൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ ഇദ്ദേഹം കഴിക്കാതിരിക്കുന്നതും, പിന്നീട് തുടർന്ന് വരുന്ന ശാരീരിക പരീക്ഷകളിലൊക്കെ ഇദ്ദേഹം മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ ജയിക്കുന്നതായിട്ടുമൊക്കെയുള്ള ഇൻസ്റ്റൻസുകൾ ആ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ദാനിയേലും സുഹൃത്തുക്കളും എങ്ങനെയാണോ ബാബിലോണിൽ അവരുടെ വിശ്വാസ മൂല്യങ്ങൾ സംരക്ഷിച്ച് നിന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ലിവിങ് എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് മോഡേൺ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഡെസ്മണ്ടോസിനെ കാണാൻ സാധിക്കും. അപ്പം ഇത്രയും, അതായത് ഈ ഒരു സ്വഭാവക്കാരനായിരുന്നിട്ടും പലപ്പോഴും ഇദ്ദേഹത്തെ ഒരു മാനസിക വൈകല്യമുള്ള ഒരാളാക്കി ചിത്രീകരിച്ച് ക്യാമ്പിൽ മറ്റു കൂട്ടുകാർ, മറ്റ് സഹ പട്ടാളക്കാർ ഇദ്ദേഹത്തെ കളിയാക്കുന്നതും ഉപദ്രവിക്കുന്നതും വരെയുള്ള രംഗങ്ങൾ ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടും അദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ടും ആ പട്ടാളക്കാരെന്നുള്ള എല്ലാ അർത്ഥത്തിലും അദ്ദേഹം പൂർണ്ണവാനായിരുന്നു എന്നും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരനായിരുന്നു എന്നുള്ള രീതിയിലും ഏറ്റവും പൂർണ്ണമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അറ്റ് ലാസ്റ്റ് അദ്ദേഹത്തെ ഏറ്റവും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായത് മെഡൽ ഓഫ് ഓണർ, ഒരുപാട് അവാർഡുകളും മറ്റു കിട്ടിയിട്ടുണ്ട്, ഏറ്റവും വലിയ മെഡൽ ഓഫ് ഓണർ വരെയും കിട്ടി ഇദ്ദേഹം
ആദരിക്കപ്പെടുവാനായിട്ട് സാഹചര്യം ഒരുക്കിയത് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് മറ്റ് പല പ്രലോഭനങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും നമ്മൾ പഠിച്ച മൂല്യങ്ങൾ അത് സത്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, അത് വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, അത് നമ്മൾ കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ ഈ ഡെസ്മണ്ട് തോമസ് ഡോസ് എന്ന് പറയുന്ന വ്യക്തിയെ പോലെ തന്നെ സമൂഹത്തിൽ ആദരിക്കപ്പെടാനും ദൈവത്തിൻ്റെ മുമ്പാകെ നല്ലൊരു പൈതലായിരിക്കുവാനും നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും പാട്ടുപുസ്തകത്തിലെ 968 പാട്ട് പാടാം. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളിച്ചവരുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ. സ്വപൂരം നീ അടയും വരയും. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ലൊരു ശബ്ദ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങ് വിളിച്ചപേക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതായ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസത്തിൻ്റെ ഈ നിമിഷം വരെയും അടിയങ്ങളെ അത്ഭുതകരമായി അങ്ങ് കാത്തു പരിപാലിച്ച് അങ്ങയുടെ ദയെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിലും ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ നടത്തപ്പെട്ടതായ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനായി ഞങ്ങളെയൊക്കെയും അങ്ങ് ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നടക്കുന്നതായ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഇവിടെ കേൾക്കുന്നതായ ഓരോ മക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾ പാഠപഠനത്തിലേക്ക് പോകുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അടിയങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടെ പാഠങ്ങളെ പഠിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരുവാനും അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം പിതാവേ, ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ മനോഹരമായ ശബ്ദത്തിൻ്റെ പ്രഭാത സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരങ്ങൾക്കും ഈ ശബ്ദം ഞങ്ങളെ ദൂരെ ഇരുന്ന് ശ്രദ്ധിക്കുന്നവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മളിന്ന്
ഒരു വേദ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്. ആ വേദപഠനം ശ്രേഷ്ഠനായ സമാധാന പ്രഭു എന്ന വിഷയമാണ്. ശ്രേഷ്ഠനായ സമാധാന പ്രഭു, അതാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. അത് നമ്മളുടെ ഓർമ്മയിൽ നിർത്തുന്നതിനായിട്ട് ഒരു വാക്യം നമുക്ക് വായിച്ച് ആരംഭിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തിരുവചനം പഠിക്കുന്നതിന് വേണ്ടി അടിയങ്ങൾ അവിടുത്തെ തൃപ്പാദങ്ങളുടെ അടുത്ത് വരുന്നു. കർത്താവേ, തിരുവചനത്തിൻ്റെ അഗാധമായ മർമ്മങ്ങളിലേക്ക് കടന്നു ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഏഴകളായ അടിയങ്ങൾക്ക് കഴിവില്ല എങ്കിലും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ സഹായിക്കുകയും ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ നടത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ച അരുമരക്ഷകൻ്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കേൾക്കുമാറാകണമേ. നമ്മളിവിടെ ഇന്ന് പഠിക്കുവാനുള്ള ആ വേദഭാഗം ശ്രേഷ്ഠനായ സമാധാന പ്രഭു, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അത് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഈ തലവാചകത്തിൽ തന്നെ നമുക്ക് പഠിക്കുവാനുള്ള പാഠത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നുണ്ട്. ശ്രേഷ്ഠനായ സമാധാന പ്രഭു, ഇംഗ്ലീഷിൽ അതിൽ നോബിൾ പ്രിൻസ് ഓഫ് പീസ് എന്നാണ്. ആ നോബിൾ എന്നുള്ള പദത്തിൻ്റെ തർജ്ജമയായിട്ടാണ് ശ്രേഷ്ഠനായ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സമാധാന പ്രഭു എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. സമാധാനമെന്നുള്ളത് ഇന്ന് ലോകം എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിഭാസമാണ്. സമാധാനമെന്നുള്ള അത് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകത്താകമാനം നമ്മൾ പരിശോധിച്ചാൽ സമാധാനമില്ലാത്ത മനുഷ്യർ, സമാധാനമില്ലാത്ത രാഷ്ട്രീയ അന്തരീക്ഷം, സമാധാനമില്ലാത്ത ഗ്രാമങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത വ്യക്തിബന്ധങ്ങൾ, ലോകവ്യാപകമായിട്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനമില്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ അമേരിക്കയിലേക്ക് നോക്കിയാൽ ലോകത്തെ ഏറ്റവും സുപ്രസിദ്ധമായ രാഷ്ട്രീയ സംവിധാനമുള്ള അമേരിക്കയിൽ ഇന്ന് യാതൊരു സമാധാനവും ഇല്ല. മനുഷ്യർക്ക് സമാധാനമില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ നോക്കിയാൽ മനുഷ്യർ തമ്മിൽ സമാധാനമില്ലാതെ കഴിയുന്നൊരു അന്തരീക്ഷത്തിലാണ് കഴിയുക. സമാധാനമെന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ പരിശോധിച്ചാൽ എവിടെയും കണ്ടെത്താൻ പ്രയാസമാണ്. നമ്മുടെ പാഠത്തിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ആറ്റം ബോംബിൻ്റെ വിജ്ഞാതാവായ ആറ്റം ബോംബിൻ്റെ നിർമ്മാണ സമയത്ത് മേൽനോട്ടം വഹിച്ച ഒരു ഡോക്ടർ, അദ്ദേഹം അമേരിക്കൻ സെനറ്റിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. അദ്ദേഹമാണ് ആറ്റം ബോംബിൻ്റെ നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിച്ച വ്യക്തി. ആ സമയത്ത് സെനറ്റിലെ മെമ്പർമാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ, ഈ ആറ്റം ബോംബ് അതിന് പകരം എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ സാധ്യമാണോ? ആറ്റം ബോംബിൻ്റെ ഭീകരമായ പ്രഹരശേഷിയെക്കുറിച്ച് അറിയാവുന്നവരാണല്ലോ അമേരിക്കയിലെ സെനറ്റർമാർ. അദ്ദേഹം സാവകാശം പറഞ്ഞുകൊണ്ട് സാധിക്കും. അപ്പോൾ അവരെല്ലാം ആകാംക്ഷാഭരിതരായി. എന്താണ് ആറ്റം ബോംബിന് പകരം എന്താണ് കണ്ടുപിടിക്കാൻ സാധിക്കുക? അവരെല്ലാം ആകാംക്ഷയോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണത്? അദ്ദേഹം സാവകാശം പറഞ്ഞു, പീസ്, അതായത് സമാധാനം. സമാധാനമുണ്ടെങ്കിൽ ഒരു ബോംബും ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷേ സമാധാനം മനുഷ്യരാശി കണ്ടെത്തിയിട്ടില്ല. ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൻ്റെ
കാലയളവ് മുഴുവൻ പരിശോധിച്ചാൽ അതിൽ 8% മാത്രമേ സമാധാനം ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ സമാധാനമില്ലാത്തവരായിട്ടാണ് കഴിയുക. എല്ലായ്പ്പോഴും വഴക്ക്, യുദ്ധം, സമാധാനമില്ലാത്ത അന്തരീക്ഷം. ആ സാഹചര്യത്തിലാണ് മനുഷ്യൻ കഴിയുന്നത്. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മനുഷ്യവംശത്തെക്കുറിച്ച് പേര് നൽകിയിരിക്കുന്നത് ആയുധവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ശിലായുഗം എന്ന് പറയുന്നു. യുഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ശിലയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ശിലകൾ തേച്ച് മിനുക്കി ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചത് അവിടെ ബന്ധപ്പെടുത്തിയാണ് മനുഷ്യരാശിക്ക് ആ യുഗത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ലോഹയുഗം എന്ന് പറയുന്നു. ലോഹയുഗത്തിൽ വില്ലും അമ്പും അസ്ത്രങ്ങൾ, ശൂലങ്ങൾ, കുന്തം, വാള് ഒക്കെ ഉപയോഗിച്ച് മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ട് ലോഹയുഗം എന്നതിന് പറയുന്നു. അതുപോലെ തന്നെ പിന്നീടാണ് മനുഷ്യർ സ്പേസ് ഏജ്, അതായത് ശൂന്യാകാശത്തിൽ കൂടെ സഞ്ചരിച്ച് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് എത്തി നിൽക്കുന്നത് ശൂന്യാകാശ യുഗം കഴിഞ്ഞിട്ട് സ്റ്റാർ വാർ പ്രോഗ്രാമിലെത്തി നിൽക്കുകയാണ്. സ്റ്റാർ വാർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മനുഷ്യന് യുദ്ധം ചെയ്യുന്നതിനുള്ള, എങ്ങനെ യുദ്ധം ചെയ്യണം, നക്ഷത്രങ്ങളിൽ പോയി അവിടെ നിന്നുകൊണ്ട് സൂര്യൻ്റെ അപകടകരമായ രശ്മികളെ മിററിൽ പിടിച്ച് ഭൂമിയിലേക്ക് അയച്ച് നാശം വരുത്താം, ദഹിപ്പിക്കാം എന്നുള്ള കണ്ടുപിടുത്തമാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ബുദ്ധിയുള്ള മനുഷ്യൻ, പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാർ എല്ലാം ചിന്തിച്ചത്, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അല്ല. നേരെ മറിച്ച് യുദ്ധത്തിൽ നശീകരണ പ്രവണതകളിൽ നശീകരണം എങ്ങനെ നടത്താൻ സാധിക്കും, മനുഷ്യരെ എങ്ങനെ കൊല്ലാൻ സാധിക്കും, കൂട്ടക്കൊല എങ്ങനെ നടത്തും, അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെ, നശിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ്. ആദ്യമായിട്ട് മനുഷ്യന് യുദ്ധം ചെയ്തത് കല്ലും കമ്പുമൊക്കെ ഉപയോഗിച്ചാണ്. അത് കഴിഞ്ഞപ്പോൾ ലോഹം കണ്ടുപിടിച്ചതോടുകൂടി അമ്പും വില്ലും ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഉപയോഗിച്ചത് തീപ്പന്തം എറിയുകയാണ്. അതായത് പന്തം തുണി കമ്പി അറ്റത്ത് ചുറ്റി അതിന് തീ കൊളുത്തി ദൂരേക്ക് എറിഞ്ഞു. അപ്പോൾ എതിർ പക്ഷത്തു നിന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തം കൊണ്ടുള്ള ഏറായി. ആ സമയത്ത് അവർ കണ്ടുപിടിച്ച് ഈ പന്തം ഒരു കുടത്തിനകത്ത് ഒതുക്കി എറിയുകയാണെങ്കിൽ മറ്റവർ കാണില്ല. അങ്ങനെ എരിയുന്ന പന്തം കുടത്തിൽ ഒതുക്കി ദൂരേക്ക് തെറിപ്പിച്ചു. അവിടെ ചെന്ന് വീണു. അവരും അത് തന്നെ ചെയ്തു. അങ്ങനെയാണ് ബോംബ് കണ്ടുപിടിച്ചത്. ബോംബ് കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യം ഒരു ഗ്രനേഡ് കണ്ടുപിടിച്ചു, കൈ കൊണ്ട് വലിച്ചെറിയാവുന്ന ബോംബുകൾ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അയക്കേണ്ട മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ബോംബിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ പലതരം ബോംബുകളുണ്ടായി. ഫ്രാഗ്മെൻറ്റേഷൻ ബോംബ്, എക്സ്പ്ലോസീവ് ബോംബ്, ഇൻസെൻഡിയറി ബോംബ്, ആർമർ പിയേഴ്സിംഗ് ബോംബ്, സെമി ആർമർ പിയേഴ്സിംഗ് ബോംബ്, ബ്ലാസ്റ്റ് ബോംബ്, ആറ്റം ബോംബ്, നേപ്പാം ബോംബ്, ഹൈഡ്രജൻ ബോംബ്. അങ്ങനെ പോകുന്നു മനുഷ്യൻ്റെ യുദ്ധധ്വര എന്ന് പറയുന്നത്. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ശ്രേഷ്ഠനായ സമാധാന പ്രഭുവിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ലോക സമാധാനം നേടണമെങ്കിൽ നമ്മൾക്ക് കാണാവുന്ന ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് സമാധാനദായകനായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതും പ്രവർത്തിച്ചതും അതിനുവേണ്ടി നിലകൊണ്ടതും ഇന്നും സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്നതും. ആ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പാഠത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 3 ഭാഗമായിട്ട്, 3 ടോപ്പിക്കായിട്ട് തിരിക്കാം. ഒന്ന്, ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്, അതായത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്. രണ്ടാമത്, മെസ്സിയ ആസ് ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്, മെസ്സിയ ലോകത്തിൻ്റെ പ്രകാശമായിട്ട്. മൂന്നാമതായിട്ട്, ക്യാരക്ടർ ഓഫ് ദി മെസ്സിയ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട്
നമുക്ക് പഠിക്കാം എന്നാഗ്രഹിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കൊടുത്തിട്ടുള്ളതിൽ ആദ്യമായിട്ടുള്ളത് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. നമുക്ക് വേദഭാഗം എടുത്ത് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നൽകിയില്ല. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നൽകിയില്ല. ഈ യെശയ്യാ പ്രവചനം എഴുതുന്നത് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പാണ്. ഇന്നേക്ക് 27 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ വേദഭാഗമാണ്. അവിടെ ഇരുന്നു കൊണ്ട് യെശയ്യാ എഴുതുകയാണ്, എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നൽകിയില്ല. ഒരു ദേശം, അതായത് ഗലീലിയ ദേശം കഷ്ടതയിലാവുകയാണ്. ആ വാചകം തുടങ്ങുന്നത് എന്നാലെന്നാണ്. എന്നാലെന്ന് തുടങ്ങുന്നതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഗലീലിയ ദേശം കഷ്ടതയിലാവുകയാണ്. കഷ്ടതയിലാകുന്നതിന് കാരണം എന്താണ്? ചരിത്രം പരിശോധിക്കുമ്പോൾ അശൂറിൻ്റെ രാജാവ് തീഗ്ലാത്ത് പിലേസർ ഗലീലയിൽ വന്നിട്ട് ഇസ്രായേൽ രാജാവായ പീക്കയെ തോൽപ്പിച്ച് അവിടെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അശൂരിനോട് ചേർക്കുകയും ആളുകളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഗലീലവാസികളായിട്ടുള്ള ആളുകൾ അശൂരിൻ്റെ കീഴിൽ അടിമകളായിട്ട് വസിക്കുന്ന സമയത്താണ് ഇരുൾ വ്യാപിക്കുന്നത്. അവർ ദൈവത്തെ മറന്ന, ദൈവത്തിൽ നിന്ന് അകന്ന് മന്ത്രവാദ്യവും മറ്റുമായിട്ട് ദൈവസേവ വിട്ട് മറ്റ് പൈശാചിക സേവയുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനെയാണ് ഇരുള് അടഞ്ഞ, ആ ഗലീലയുടെ ഇരുളടഞ്ഞ സമയമെന്ന് പറയുന്നു. ആ ഇരുളടഞ്ഞ സമയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ചിന്ത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ദൈവം യഥാർത്ഥത്തിൽ അവരെ ആ ഇരുട്ടിലാക്കിയതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ വ്യാകുലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് 1-ാമത്തെ വാക്യത്തിൽ, അതായത് യെശയ്യാവ് 9-ന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നൽകിയില്ല. അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ദൈവം ഈ ഇരുളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് മിശിഹ ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, അതായത് കർത്താവായ യേശു ക്രിസ്തു മശിഹ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ലോകത്തിൻ്റെ പ്രകാശമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്കതൊരു പ്രകാശമായി തീരുകയും ഒരു നക്ഷത്രമായവരതിനെ കാണുകയും കർത്താവിനാൽ അവർക്ക് ആ കഷ്ടപ്പാടിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്യുന്നതായിട്ട് ഏതാണ്ട് കർത്താവ് ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാവ് ദർശനത്തിൽ കാണുകയാണ്. പ്രവചനം അങ്ങനെയാണ് ആ പ്രവചനം എഴുതിയിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു ഗലീലയിൽ വന്ന് ഗലീലയിൽ ഇരുട്ടിലായിരുന്ന മനുഷ്യരെ മോചിപ്പിക്കുന്നതായിട്ട് യെശയ്യാവ് 700 വർഷം മുമ്പ് കാണുകയാണ്. അതാണ് പ്രവചനം എന്ന് പറയുന്നത്. നമ്മൾ വേദപുസ്തകം പരിശോധിച്ചാൽ ധാരാളം പ്രവചനങ്ങളിങ്ങനെ കാണാൻ സാധിക്കും. പ്രവചനം എന്ന് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കും. ദാനിയേൽ പ്രവചനത്തിൽ മൃഗങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളൊക്കെ പിന്നീട് നിറവേറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം 700 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് ഗലീലയിൽ ചെന്ന് അവിടെ ഇരുളിലായിപ്പോയ, കഷ്ടതയിലായിപ്പോയ, പ്രയാസത്തിലായിപ്പോയ സമൂഹത്തെ മോചിപ്പിക്കുന്നതായിട്ട് യെശയ്യാവ് നേരത്തെ തന്നെ പ്രവചനദ്വാര അറിയിക്കുകയാണ്. അങ്ങനെ ഗലീലയിൽ കടന്നു ചെന്നു കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി, ദൈവത്തിൻ്റെ മിനിസ്ട്രി ആരംഭിച്ചത് ഗലീലിയയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ്. ധാരാളമായിട്ടുള്ള അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഗലീലിയയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലാണ്. പ്രത്യേകിച്ചും വടക്ക്, പടിഞ്ഞാറ്, കിഴക്കുള്ള പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ദൈവം പ്രവർത്തിച്ചതായിട്ട് കാണാം, കർത്താവ് പ്രവർത്തിച്ചതായിട്ട് കാണാം. അങ്ങനെ ആ പ്രവർത്തനത്തിൽ കൂടെ അവിടെയുള്ള മനുഷ്യരെ മോചനത്തിൻ്റെ പാതയിലേക്ക് ദൈവം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിശ്ചയമായിട്ടും പ്രവചനം എന്നത് ദൈവനിയോഗത്താൽ നടത്തപ്പെടുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് ഗലീലയിലേക്ക് വരുന്ന സമയത്ത് ഒരു നക്ഷത്രമായിട്ട് കാണുന്നുവെന്ന് യെശയ്യാവ് ദൂരെ ഇരുന്ന് കണ്ട് എഴുതിയെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് ജനിച്ച സമയത്ത് കിഴക്ക് നിന്ന് ദൈവദാസന്മാർ, ശാസ്ത്രിമാർ നക്ഷത്രം കണ്ടിട്ട് കർത്താവ് ജനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ അറിയുന്നു. അത് ഈ നക്ഷത്രം കണ്ട് മനസ്സിലാക്കുന്നു. ഈ നക്ഷത്രത്തെക്കുറിച്ച് വെളിച്ചമായിട്ട്, നക്ഷത്രമായിട്ട് കർത്താവ് വരും, ഗലീലയിൽ പ്രവർത്തിക്കുമെന്നുള്ള ആ ദൂത് നേരത്തെ തന്നെ നമ്മളെ അറിയിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കർത്താവിനെക്കുറിച്ച് പ്രവചിച്ചത് നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നുവെന്നാണ്. നമുക്കായി ഒരു ശിശു, അതും കർത്താവിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നമുക്കായി എന്ന് പറയുന്നത്, നമുക്കെന്നുള്ള ആ ബഹുവചന പ്രയോഗം ലോക ജനതയെ, വിശ്വജനതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ലോകത്തുള്ള സകല ജാതികൾക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഭൂജാതനാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഇരുളിനെ ഭേദിച്ചുകൊണ്ട് വെളിച്ചം നൽകുന്നതിന് വേണ്ടി, കഷ്ടതയിലായ മനുഷ്യർക്ക് രക്ഷ നൽകുന്നതിന് വേണ്ടി ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു മാത്രമാണ് സമാധാനദായകനായിട്ടുള്ളത്. ധാരാളം മത സ്ഥാപകരിവിടെ ഉണ്ട്, പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, ഋഷിമാരുണ്ട്, വേദപണ്ഡിതന്മാരുണ്ട്. പക്ഷേ ആരും സമാധാനത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനം കഷ്ടപ്പാടിലും പ്രയാസത്തിലും കണ്ണുനീരിലുമായ മനുഷ്യർക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി ആണ് പ്രവർത്തിച്ചത് എന്ന് കാണാൻ സാധിക്കും. ആ ശിശു ജനിച്ചിരിക്കുന്നു, അതായത് രോഗരക്ഷിതാവായിട്ട് കർത്താവ് ജനിക്കുന്നതായിട്ട് യെശയ്യാവ് ദൂരെ ഇരുന്നു കൊണ്ട് കാണുകയാണ്. നമുക്ക് സമാധാനം തരുന്നവനും നമ്മെ രക്ഷിക്കുവാനായി ജനിച്ചവൻ, അവന് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ലഭിച്ചിരിക്കുന്നു. അവൻ എപ്പോഴും നമ്മോട് ഒപ്പമുണ്ട്. മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ആണത് പറയുന്നത്. അവൻ്റെ ദിവ്യത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ എന്നേക്കുമായി മനുഷ്യനും ആയിത്തീർന്നു. എപ്പോഴും അവൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതപിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്നേക്കുമായി. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് മനുഷ്യരാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടിയും മനുഷ്യരാശിയുടെ സമാധാനത്തിന് വേണ്ടിയുമാണെന്നുള്ള ഭാഗം നമ്മൾ പഠിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് ദൈവകോപത്തിൻ്റെ വടിയെക്കുറിച്ചാണ് പറയുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. 2 പത്രോസ് 3:9 പറയും, ന്യായാധിപന്മാരുടെ കാലത്ത് എന്ന പോലെ യഹൂദിയയിലും ഇസ്രായേലിലും ജനങ്ങൾ അവരുടെ അവിവേകത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുവാൻ അവൻ അനുവദിച്ചു. അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുകയും ഒരു മെച്ചപ്പെട്ട തിരഞ്ഞെടുപ്പ് നടത്തുവാൻ അവർക്ക് അവസരമുണ്ടാകുകയും ചെയ്യും. അവൻ ദുഷ്ടതയിൽ തുടരുകയും ആഹ്വാനങ്ങൾക്ക്
അവനെതിരെ അവരുടെ ഹൃദയത്തിൽ കഠിനമാക്കുകയും ചെയ്തപ്പോൾ ദൈവം തൻ്റെ സംരക്ഷണം പിൻവലിച്ചു. എന്നാൽ അവർ മറുതലിക്കുന്നത് തുടർന്നു. ഇവിടെ ദൈവമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ മനുഷ്യർ ദൈവത്തോട് മറുതലിച്ചു നിൽക്കുന്നതായിട്ട് കണ്ടു. ദൈവം അവരെ ശിക്ഷിക്കുന്നുണ്ട്. ശിക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒറ്റയടിക്ക് അവരെ ശിക്ഷിച്ച് ഇല്ലായ്മ ചെയ്യുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കർത്താവ് അവരെ സാവകാശമായിട്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യർക്ക് സ്വന്തമായിട്ടൊരു തിരഞ്ഞെടുപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മനസ്സ് 2 തലങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നത് കാണാം. ഒന്ന് സൂപ്പർ ഈഗോ എന്ന് പറയും, മറ്റേത് ഈടെന്നുള്ള 2 അക്ഷരം കൊണ്ടാണ് പറയുക. സൂപ്പർ ഈഗോയിൽ എപ്പോഴും ഏഞ്ചലിക് തോട്ട്സ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ മാലാഹകമാരുടെ ചിന്ത, നല്ല ചിന്ത. അതാണ് വിശുദ്ധ പൗലോസ് ആത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, കരുണ, ഇങ്ങനെയുള്ള നല്ല ചിന്തകളാണ് അവിടെയുള്ളത്. അതേസമയത്ത് ഈടെന്നുള്ള ഭാഗത്ത് ദുഷിച്ച ചിന്തകളാണ്. ഇതിൻ്റെ മധ്യത്തിലാണ് വ്യക്തികളായിട്ട് നമ്മൾ ഈഗോ എന്ന് പറഞ്ഞു നിൽക്കുന്നത്. ഇതാണ് മനഃശാസ്ത്ര പണ്ഡിതൻ പറയുന്നത്. അതാണ് വിശുദ്ധ പൗലോസ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. 2 ഒന്ന് തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള മാനസിക പ്രവർത്തനത്തിൽ നമുക്ക് ഏതിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. ദൈവം അത് ഇന്നത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മളെ നിഷ്കർഷിക്കാറില്ല. നല്ലത്, അതായത് സൂപ്പർ ഈഗോയിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങളാണ് തിരഞ്ഞെടുക്കണമെന്നൊരു വ്യക്തി ആഗ്രഹിക്കുകയാണെങ്കിൽ അവനത് തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യർ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ദൈവം നമ്മളെ നിർബന്ധിക്കും. ദൈവത്തിന് ഹൃദയത്തിലേക്ക് കടന്നു വരുവാനുള്ള കവാടങ്ങൾ വേണമെന്ന് ദൈവം ആവശ്യപ്പെടും. അപ്പോൾ നിശ്ചയമായിട്ടും മനുഷ്യന് ആ തിരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന സമയത്ത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണെങ്കിൽ അത് ദൈവം അവനെ അനുഗ്രഹിക്കും. തീയതാണെങ്കിൽ അവനെ ഇതിൽ നിന്ന് അവനെ മാറ്റി നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം ശ്രമിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ശിക്ഷ നൽകിയെന്നും വരാം. അങ്ങനെ ദൈവം മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവസാനമായിട്ട് കർത്താവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പഠിച്ച് ഈ പാഠം അവസാനിപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ആധിപത്യം ഈ ജനിക്കുന്ന ശിശുവിൻ്റെ തോളിലിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൻ്റെ ആധിപത്യം യഥാർത്ഥത്തിൽ സമാധാനദായകനായ യേശു ക്രിസ്തുവിൽ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് കർത്താവ് മാത്രമാണ് ഈ ലോകത്ത് ഇന്ന് മറ്റുള്ള ഏതൊരു ദിവ്യപുരുഷന്മാരിൽ നിന്നും ദൈവത്തിൽ നിന്നും വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ലോകരക്ഷിതാവായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കർത്താവിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കർത്താവിന് 2 ജീവചരിത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, കർത്താവ് ജനിക്കുന്നതിന് മുമ്പുള്ള ജീവചരിത്രവും, രണ്ടാമത് ജനിച്ചതിന് ശേഷമുള്ള ജീവചരിത്രവും. അത് കർത്താവിന് മാത്രമാണ് ആ സവിശേഷതയുള്ളത്. അത് പ്രതീകാത്മകമായിട്ട് വേദപുസ്തകത്തിൽ കുറ്റി എന്നും മരമെന്നും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. മുളയെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് വൃക്ഷത്തിൽ നിന്നും മുളയ്ക്കുന്ന മുളയെന്നും വൃക്ഷത്തിൻ്റെ വേരെന്നുമുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കർത്താവിന് 2 ജീവചരിത്രമുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ആദ്യം മുതൽ തന്നെ, അതായത് ലോകാരംഭം മുതൽ നിലനിന്നിരുന്ന ദൈവമാണ് യഥാർത്ഥ
ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അങ്ങനെ വചനം എന്ന് പറഞ്ഞ് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന വചനം കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ കർത്താവ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഈ ലോകത്തിൻ്റെ രക്ഷിതാവായിട്ട് നിലകൊള്ളുന്നു. ഇന്ന് ഈ ലോക സമാധാനത്തിന് പര്യാപ്തമായിട്ട് ഒരു വ്യക്തിത്വത്തെ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മറ്റൊരിടത്തും സമാധാനമോ രക്ഷയില്ല എന്ന് നമ്മൾ പ്രസംഗിക്കുകയും പറയുകയും അറിയിക്കുകയും ചെയ്യുന്നത് ആ കാരണത്താലാണ്. മറ്റൊരു മതമോ മറ്റൊരു വിശ്വാസമോ മറ്റൊരു സംവിധാനമോ ലോകത്തിൻ്റെ സമാധാനത്തിനായിട്ട് ശാശ്വതമായിട്ട് സമാധാനം കണ്ടെത്തുന്നതിന് സഹായമാകില്ല എന്ന് ഈ പാഠം നമ്മളോട് ഘോഷിക്കുന്നു. ഇത്രയും സമയം ദൈവം നമ്മളെ അനുവദിച്ചതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ദൈവമേ, ഇത്രയും സമയം തിരുസന്നിധിയിൽ ഇരുന്നു കൊടുന്നു അവിടുത്തെ തിരുവചനം പഠിക്കുന്നതിന് അവിടെ നിടയാക്കിയല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് കഴിവുകേടുകളുണ്ട്. അവിടുന്ന് നീ ഞങ്ങൾക്ക് ഈ രക്ഷകനായിട്ട് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനം കണ്ടെത്തുന്നതിന്, സമാധാനമില്ലാത്ത ഈ ലോകത്ത് സമാധാനം കണ്ടെത്തുന്നതിന് കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപയാൽ നടത്തണമേ. ഞങ്ങളെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുകയും നടത്തുകയും ചെയ്യണം. ഈ സഭയ്ക്ക് വേണ്ടി, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഉണ്ടായിരിക്കണമേ. ഇന്ന് ഞങ്ങളോടുകൂടെ സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും അവിടുന്ന് അനുഗ്രഹം ചൊരിയുകയും നടത്തുകയും ചെയ്യണമെന്ന് യേശു രക്ഷകന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദേവാധിദേവനേ, പരമമഹോന്നത, എൻ സ്വർഗനാഥനേ, ആരാധന. നീതിയിൻ സൂര്യനേ, സ്വർലോകനായക, പാപവിമോചക, ആരാധന. ദേവാദിദേവനേ, പരമമഹോന്നത, എൻ സ്വർഗനാഥനേ, ആരാധന. പരിശുദ്ധ ദൈവം മഹോന്നതൻ, സ്വർഗാധിസ്വർഗത്തിൽ വാഴുന്നവൻ. പരിശുദ്ധ ദൈവം മഹോന്നതൻ, സ്വർഗാധിസ്വർഗത്തിൽ വാഴുന്നവൻ. വാനവും ഭൂമിയും വാഴ്ത്തിപ്പുകഴ്ത്തുന്നു, സ്വർലോകനാഥന നിത്യം ആരാധന. ദേവാദിദേവനേ,
കരുണ നിറഞ്ഞവൻ കാരുണ്യവാൻ മനസ്സലിവുള്ളയൻ ആത്മനാഥൻ. ആയിരമായിരം സ്തുതികൾക്കു യോഗ്യനായി പരമപിതാവിനു എന്നും ആരാധന. ദേവാധിദേവനേ പരമമഹോന്നത എൻ സ്വർഗനാഥനേ ആരാധന. നീതിയിൻ സൂര്യനേ സ്വർലോകനായക പാപവിമോചക ആരാധന. ദേവാധിദേവനേ പരമമഹോന്നത എൻ സ്വർഗനാഥനേ